ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിദ്യാസ് രസോയ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും അല്ല വന്നിരിക്കുന്നത്. ഇന്നൊരു ബ്യൂട്ടി ടിപ്സ് ആണ്. ഇത് ഓറഞ്ച് ഓയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ഓറഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കണ്ടാലോ? അപ്പോൾ അതിനു മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയറും തരണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓറഞ്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് മുൻപ് ഞാനൊരു ക്യാരറ്റ് ഓയിലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം. നിറം വർദ്ധിപ്പിക്കാനായിട്ട് ഇത് സൂപ്പറാണ്. അപ്പം നമുക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ ആ 3 ഓറഞ്ചും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പാരച്യൂട്ടിൻ്റെ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കൊക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇത് നമുക്ക് ഒരു ഓവർനൈറ്റ് വെച്ചിരിക്കണം. ഇതൊരു ഓവർനൈറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കിന് നല്ലൊരു യെല്ലോയിഷ് കളറാകും. നല്ലൊരു ഓറഞ്ചിൻ്റെ സ്മെല്ലും ഉണ്ടായിരിക്കും. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് കാച്ചിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു അയൺ പാനാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി നമുക്ക് നോർമലായിട്ട് ഹെയർ ഓയിൽ എങ്ങനെയാണോ വീട്ടിൽ നമ്മൾ കാച്ചിയെടുക്കുന്നത് അതുപോലെ തന്നെയുള്ളൂ, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നാൽപ്പാമരാതി ഓയിലും പിന്നെന്താ കുങ്കുമാതി തൈലം, അങ്ങനെ പലതും പല ബ്രാൻഡിലുള്ളതും കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും ഒരുപാട് നല്ലതാണ് നമ്മളിതുപോലെ തന്നെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ. അപ്പോൾ വിശ്വസിച്ച് നമുക്ക് കുട്ടികൾക്കായാലും നമുക്കായാലും ഒക്കെ ഉപയോഗിക്കാം. ഇതുപോലുള്ള അയൺ പാനിലൊക്കെ നമ്മൾ എന്തെങ്കിലും എണ്ണ കാച്ചുവോ അല്ലാത്ത എന്തെങ്കിലും കുക്ക് ചെയ്യുകയൊക്കെ ചെയ്താൽ നമ്മൾ നോർമലി വെച്ചിരിക്കുന്ന ടൈമിനേക്കാളും കുറച്ച് നേരത്തെ തന്നെ നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം. എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ കുറേ സമയം കൂടി ചൂട് നിൽക്കും. അപ്പോൾ എണ്ണയാണെങ്കിൽ അത് ഓവറായിട്ട് അങ്ങ് ഇങ്ങനെ കരിഞ്ഞു പോകത്തില്ലേ, ആ ഒരു ഇതിലേക്ക് പോകും. ഫുഡാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ആറുന്നിടം വരെ നമുക്കിനി വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് അരിച്ചെടുക്കണം. അപ്പോൾ ഇത് അരിച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലൊരു ഓറഞ്ചിൻ്റെ സ്മെല്ലാണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ഓറഞ്ച് ഓയിൽ പോലെ തന്നെ. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിലും നെക്കിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തു. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.